പാട്ടത്തിന് ഇപ്പം ഈ ഒരു ഞാൻ എടുത്തേക്കണ പാടശേഖരത്തും ആരും പൈസ മേടിക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ നാട്ടിൽ കുറേ നന്മകൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ആരും കൃഷി ചെയ്യാറില്ല. ഇവിടെ കണ്ട അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാടശേഖരങ്ങളെല്ലാം ധരിച്ചിട്ടിട്ടുണ്ട്. ഇവരൊക്കെ നിവർത്താൻ നടക്കുന്ന ആൾക്കാരാണ്. ഇവർ കൃഷി ചെയ്യാനെ കൊണ്ടല്ല ഈ പാടശേഖരങ്ങൾ ചെയ്താൽ മരിച്ചീനി കമ്പ് വിട്ട് നിലങ്ങളെല്ലാം നശിപ്പിച്ച് മണ്ണിട്ട് കൊടുത്ത് റിയൽ എസ്റ്റേറ്റ്. ഇവിടെ റിയൽ എസ്റ്റേറ്റ് അപ്പനെ പഠിച്ച അപ്പൻ തണ്ണീർത്തടം പദ്ധതിയിലെ കഠിനക്കുളം പഞ്ചായത്തിലെ ഒരു കർഷകനാണ്. ഈ മയിലൊക്കെ മണ്ണടമ്പ പോലീസുകാർ വെച്ച് പിടിപ്പിക്കുന്നില്ലേ, തണ്ണീർത്തടം നെൽവയൽ തണ്ണീർത്തടം പദ്ധതിയിലെ ഒരു അംഗമാണ്. അതിൽ 5 പേരുണ്ട്. വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു എച്ച് മിലിറ്ററി, ഒരു കർഷകൻ അപ്പനാണ് കഠിനക്കുളം പഞ്ചായത്തിൽ. ഈ കഠിനക്കുളം പഞ്ചായത്തിൽ നെൽകൃഷി ചെയ്യണ ആരുമില്ല. അപ്പൂപ്പൻ തന്നെ മാത്രമാണ് നെൽകൃഷി ചെയ്യുന്നത്. വീട്ടിൽ വന്ന ആൾക്കാർ നല്ല ജൈവ പച്ചക്കറി ഒരു പ്രാവശ്യം മാച്ച് കഴിച്ചവർ അപ്പൂപ്പനെ തേടി വരും. അപ്പൂപ്പനെ തേടി ഒന്ന് പാടശേഖരിൽ മാച്ചോണ്ട് പോകും. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ നല്ല നല്ല വെറൈറ്റി ആയിട്ട് ഉൽപ്പാദിക്കുക. കഴിഞ്ഞ പ്രാവശ്യം അപ്പൂപ്പൻ 50 സെൻറ്റ് ചെയ്തെങ്കിൽ ഇപ്പം കൂടുതൽ പച്ചക്കറി ചെയ്തു. ഇപ്പോൾ ഓണത്തിന് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ചെയ്തേക്കുന്ന കഠിനക്കുളം പഞ്ചായത്തിൽ തന്നെയാണ് അപ്പൂപ്പനാണ്. അപ്പൂപ്പനെ ആദരിച്ചിട്ടില്ല ഇതുവരെയ്ക്കും. കർഷകത്തിൽ ആദരിച്ചിട്ടില്ല. മികച്ച കർഷകൻ 23 വാർഡിലെ മികച്ച കർഷകൻ്റെ അവാർഡ് കിട്ടിയാണ് അപ്പൂപ്പൻ.